ഹലോ, എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് പരിചയപ്പെടുത്തിയിരുന്നു തങ്കച്ചൻ മാളിയേക്കൽ റബ്ബർ നഴ്സറി പൊന്നംകോട്. റബ്ബറിനെക്കുറിച്ചും റബ്ബർ നഴ്സറിയെക്കുറിച്ചും കൂടുതൽ സംശയങ്ങളുള്ളവരൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പുതിയ റബ്ബർ തൈ നടാനും അതേപോലെ റബ്ബറിനെ എങ്ങനെ പരിചരിക്കണമെന്നുള്ള വീഡിയോ ഒക്കെയാണ് അതിൽ ചെയ്തിരുന്നത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് തൈ നടുക എന്നും തൈനെ എങ്ങനെ പരിചരിക്കണമെന്നും ഒക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, തങ്കച്ചേട്ടന് 10-30 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. റബ്ബർ നഴ്സറി ആയിട്ടും അതേപോലെ വാഴകൃഷിയായിട്ടും റബ്ബർ തൈകൾ മാത്രമല്ല കേട്ടോ, അത്യുൽപാദന ശേഷിയുള്ള ഒരുപാട് തരം ഫ്രൂട്ട്സിൻ്റെയും മറ്റുള്ള എല്ലാ ശേഖരണവുമുള്ള വലിയൊരു നഴ്സറിയാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസം ഇതേ സമയത്ത് ലാസ്റ്റ് വെച്ചുകൂടെ പ്ലാൻ ചെയ്ത് കൊടുത്ത റബ്ബർ തൈയാണ് ഈ നിൽക്കുന്നത്. ഇപ്പം ഒരു വർഷം കൊണ്ട് എത്ര വളർച്ച എത്തിച്ചു, എത്ര എന്തൊക്കെ പണി ചെയ്തു എന്നുള്ളത് ഈ നോട്ടത്തിൽ തന്നെ കാണാം. അപ്പോൾ അത് എൻ്റെ കൂടുതൽ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ സജി എന്ന ആൾ ബാക്കി വിവരങ്ങൾ പറഞ്ഞു തരും. എൻ്റെ പേര് സജി. ഞാൻ ഈ തങ്കച്ചേട്ടനെയാണ് എൻ്റെ തോട്ടം നോക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. ഒരു കാലി സ്ഥലമായിട്ട് കൊടുത്ത് പുള്ളി ഇത്രയും മനോഹരമാക്കി തീർത്തു തന്നതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം പുള്ളിയുടെ കയ്യിലാണ്. അദ്ദേഹം അത് വളരെ നന്നായി ചെയ്തു തന്നിട്ടുണ്ട്. അതായത് JCB മുതൽ ഇത്രയും ഒരു 2-3 വർഷത്തോളം ഉള്ള ഒരു പരിചരണമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെയും വളരെ വിജയകരമായി മനോഹരമായി പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. അതിന് അദ്ദേഹത്തോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതെങ്ങനെയാ കൊടുത്തത്? റബ്ബറോടുകൂടി തന്നെയാണോ ചെയ്തത് അതോ? അല്ല, സ്ലോട്ടർ ടാപ്പിംഗ് കഴിഞ്ഞ് മരമെല്ലാം മുറിച്ച് കാലി സ്ഥലമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇത് എത്ര ഏക്കർ ഉണ്ട്? 4.25 ഏക്കർ സ്ഥലമാണ്. 4.25 ഏക്കറാണ്. ഫുള്ള് റബ്ബർ തന്നെയാണ്? ഫുള്ള് റബ്ബർ തന്നെയാണ്. ആദ്യം JCB കൊണ്ട് കുഴികളെല്ലാം എടുത്തു. അതിനുശേഷം പിന്നെ തൈകൾ വെച്ചു. കഴിഞ്ഞ വർഷം കുറച്ച് മഴയുടെ ഒരു കുറവുണ്ടായിട്ട് പോലും പരമാവധി അദ്ദേഹം നന്നായിട്ട് നോക്കി പരിചരിച്ചത് കൊണ്ടാണ് ഈ മരം ഇത്രയും നന്നായിട്ട് കിട്ടിയത്, ഈ തൈ ഇത്രയും നന്നായിട്ട് കിട്ടിയത്. പരമാവധി നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. മരത്തിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ 12 അടി നീളവും 18 അടി വീതിയും, അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് നന്നായി. മാക്സിമം നമുക്ക് ഈ 12 അടി നീളം വെക്കുമ്പോൾ തങ്കച്ചേട്ടാ എന്താണ് ഗുണം? അതിന്റെ 12 അടി നീളം വെക്കുമ്പോൾ കുറച്ചുകൂടെ വളർച്ച കിട്ടും. വളർച്ച പിന്നെ മരത്തിന് വ്യാസം കിട്ടും, ശേഖരങ്ങൾ കൂടുതൽ കിട്ടും. കാരണം ഇത് കണ്ടപ്പോ എന്താ പറയാ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ഒരു നന്നായിട്ട് വളർന്നുണ്ട്. ചില മരങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഹൈറ്റിലാണ് വളർന്നത്. അപ്പൊ എന്നെ സംശയം തോന്നിയായിരുന്നു. ഒരു വർഷം ആയിട്ടുള്ളവൻ ചോദിച്ചായിരുന്നു തങ്കച്ചേട്ടനോട് കണ്ടപ്പോ. അപ്പൊ അല്ലേ നല്ലൊരു അതിനൊരു കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കുഴികൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഒരു അര അടിയെങ്കിലും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൈയുടെ വളർച്ചയ്ക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. തങ്കച്ചേട്ടൻ എങ്ങനെയെന്ന് വെച്ചാൽ ആൾ വളരെ സ്ട്രിക്റ്റാണ്, വളരെ കൃത്യമായ രീതിയിലാവുക കാര്യങ്ങൾ നന്നായി ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത്രയും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്. നല്ല രീതിയിൽ കുഴികൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല വളർച്ച കിട്ടും. ഇപ്പൊ 4 ഏക്കറിൽ ഏകദേശം എത്രത്തോളം തൈയുണ്ട്? ഏകദേശം 850-900 തൈകൾ വരും. 200 മേലെ കടന്നു. പിന്നെ റബ്ബർ തൈ മാത്രമേ ഉള്ളൂ? സൈഡിലും എല്ലാ തേക്കും തൈ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? തേക്കുകളും എല്ലാ സൈഡിലും തേക്കുകളും വെച്ചിട്ടുണ്ട്. എല്ലാം തന്നെ പുള്ളിയുടെ നഴ്സറിയിൽ ഉണ്ടല്ലോ അല്ലെ? എല്ലാം ഉണ്ട്. കൂടുതൽ ഏതാണ് തൈ വെച്ചിരിക്കുന്നത്? കൂടുതൽ 105. 105 RRI 105. ചേട്ടാ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോ ആൾക്കാര് 105ലേക്ക് വീണ്ടും തിരിച്ചു വരികയാണോ? പാലുകൾ ഉത്പാദനം കിട്ടണമെങ്കിൽ 105 വേണം. 105ലേക്ക് ആൾക്കാർ ഇപ്പൊ 105ന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കൂടുതലും DRC കൂടുതൽ കിട്ടും. DRC കൂടുതലുണ്ട്, കിട്ടും, പാലും ഉണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും 105ന്റെ ആദായം നമുക്ക് മറ്റൊരു എണ്ണത്തിൽ നിന്ന് ലഭിക്കുകയില്ല. കാരണം 105 അതുപോലെ കൊഴുപ്പും ഉണ്ട്, പാലും ഉണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിന്റെ നിങ്ങളിപ്പോ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഞാനിപ്പോ 3 വർഷത്തേക്ക് അടുത്താ ചെയ്തു കൊടുക്കണം. നമ്മള് എവിടെ വിളിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇതെങ്ങനെയാ ആ രീതി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അപ്പൊ ഒരാളെ വിളിച്ചു ഇത്ര സ്ഥലം ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അതിന്റെ? നമ്മള് വിളിച്ച സ്ഥലം പോയി കണ്ട് സ്ഥലത്തിന്റെ അനുസരിച്ച് നമ്മൾ അതിന് ചാർജ് പറഞ്ഞ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് തൈ ഉത്പാദിപ്പിച്ച്, എനിക്കധികം ഒരുപാട് തൈയൊന്നുമില്ല, കുറച്ച് തൈ വെക്കുന്നുള്ളൂ. 105 450 ഉണ്ട്. 105 കൂടുതലും. 105 തൈ ഉത്പാദിപ്പിച്ച് നമ്മുടെ തൈ തന്നെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഈ റബ്ബർ തൈ മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ തെങ്ങിൻ തൈയും കവുങ്ങും തൈയും അങ്ങനെ പല പലവർഷ തൈകളെല്ലാം കുറെ ഉണ്ട്. എല്ലാ ഇതുമാതിരിപ്പെട്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ നമുക്ക് സ്വന്തം നഴ്സറി തന്നെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാം. എന്തോ ഉത്പാദിപ്പിക്കുന്നതാണ്, ഉത്പാദിപ്പിക്കുകയാണ് അല്ലെ? പലവർഷ തൈകൾ ഏതൊക്കെയുള്ളത്? തൈകൾ മറ്റേ പ്ലാവുണ്ട്, മാങ്കോസ്റ്റുണ്ട്, മറ്റേ റംബൂട്ടാനുണ്ട്, മറ്റേ പ്ലാവ്, വിവിധ ഇനം പ്ലാവുകളുണ്ട്. നമുക്ക് ഏത് സമയത്ത് വന്നാല് എടുക്കാൻ സൗകര്യം ഉണ്ടോ? സ്ഥലം എവിടേക്കാണ്? നമ്മളെ സ്ഥലം തച്ചമ്പാറ പൊന്നംകോടിന് ഇടയ്ക്ക് എടായിക്കൽ എന്ന സ്ഥലത്താണ്.
എടായിക്കലാണ്. ഇപ്പൊ ഒരു ബ്രാഞ്ചേ ഉള്ളോ അതോ ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഒരു branch റബ്ബർ തൈ 2 ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ബഡിങ് ഒക്കെ വേറെ സ്ഥലത്താണ് ചെയ്യുന്നത് അല്ലേ? ബഡിങ് വേറെ സ്ഥലത്ത് ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്യും. അപ്പൊ കസ്റ്റമറിനെ നേരിട്ട് വന്ന് ബഡിങ് കാണണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? മറ്റേ നേഴ്സറിയും മറ്റേ മദർ പ്ലാന്റ് അതായത് ബഡ്റൂട്ടും തൈകൾ കാണണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ഉണ്ട്. കാരണം വെച്ചാൽ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കാരണം എന്താ പറയുക, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇത് 1 വർഷമായ തൈകൾക്ക് നല്ല വളർച്ച കണ്ടപ്പോഴാണ് നമുക്ക് ഈ സ്ഥലം ഒന്ന് നോക്കണം തോന്നിയത്. ഇതിന് എങ്ങനെയാ ഇടവളങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എത്ര ആഴം ഇതിലാണിത് തൈ വെച്ചതും? ഞാൻ 3 അടി കുഴി എടുത്തിട്ടാ മൂടിയേക്കണം. 3 അടി കുഴി എടുത്ത് മൂടി പ്ലാറ്റവും വെട്ടി അതിലെന്താണ് വളം ഇട്ട് കൊടുത്തിരുന്നത്? അടിവളം ഒന്ന് ഇട്ട് കൊടുത്തു. പ്രത്യേകിച്ച് രാജബോസം വെച്ചപ്പൊടി വളം ഇട്ട് ചെറിയൊരു ചകലൊരു ചാണകപ്പൊടി വളം ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2 വളവും ബാറ്റം ബോക്സ് വെച്ച് 2 വളം ഇട്ട് കൊടുത്തു. നമ്മളാ മണ്ണ് ഇളക്കിയതിന്റെ ഒരു ഗുണവും നമ്മൾ ചെയ്ത പണിയുടെ ഗുണം കൊണ്ടും തൈയുടെ ഗുണം കൊണ്ടും തൈ പെട്ടെന്ന് വളർച്ച കിട്ടി. വേനലിനെ പ്രതിരോധിക്കാനായിട്ട് എങ്ങനെയാണ് മറ കൊടുത്തിരുന്നത്? എന്താ കൊടുത്തിരുന്നത്? നമ്മള് ചൂട്ടിച്ചാലും പൊടി കൊണ്ട് ഇട്ടു. പിന്നെ കുറച്ച് പൊതയായിട്ട് പിന്നെ കഴിഞ്ഞിട്ട് ചപ്പ കൊണ്ട് കുറ്റി അടിച്ച് കെട്ടി പൊതിഞ്ഞ് കെട്ടി. ഇനിയിപ്പോ അടുത്ത വളം എന്നാ കൊടുക്കുന്നത്? ഇനി അടുത്ത വളം ഇപ്പം വളം കൊടുത്താൽ ചിലപ്പോൾ കൂമ്പിച്ചിട്ട് കൂടും. കാരണം ഈ സമയത്ത് പെരുമഴയത്ത് കൊടുക്കാൻ പാടില്ല. അപ്പൊ ചെറുതുണ്ടെങ്കിൽ ചെറുത് എറിഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ളത് ഒരു അടുത്ത മാസം മഴ ഒന്ന് കമ്മിയാവുന്നതിന് കൂടി ജൂലൈ ലാസ്റ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ വലിയ മഴ ഉള്ളൂ. അപ്പൊ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വളർച്ച കിട്ടും. എടുക്കുന്ന കൂമ്പ് ഒന്നും കൂടെ വീണ്ടും ബാറ്റം ബോക്സ് പൊട്ടാഷോ അല്ലെങ്കിൽ വേണ്ടോ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് മൊത്തമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ 3 വർഷത്തേക്കാണ് എടുക്കുന്നത് അല്ലേ? 3 വർഷത്തേക്ക്. 1 വർഷം എടുക്കാറുണ്ടോ, പക്ഷെ 3 വർഷം ചെയ്താൽ ഒന്നും കൂടെ നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടും. 3 വർഷമാകുമ്പോൾ നമ്മുടെ കർഷകർക്ക് അതേപോലെ ഒരേപോലെ ആക്കി കൊടുക്കും തൈകള്. ഒരേപോലെ ആക്കി മറ്റേ എണ്ണം പറഞ്ഞു കൊടുക്കും. എണ്ണം പറഞ്ഞു കൊടുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തങ്കച്ചേട്ടൻ നമ്പർ ഒന്ന് പറയാമോ? നമ്പർ 944 61 51 608 75 59 00 59 09. ഇടവേളകളായിട്ട് വല്ലതും ചെയ്യാറുണ്ടോ? ഞാനിപ്പം ചെയ്യാറില്ല. വേണമെങ്കിൽ ഇടവാള വെച്ച് ഇടയ്ക്ക് വേണ വാള വെച്ചാൽ നന്നായിരിക്കും. നമ്മളിപ്പോ അതിനോട് എന്താ അഭിപ്രായം? വാഴ തണുപ്പ് കിട്ടും. വാഴ വെച്ച് തണുപ്പ് കിട്ടും. പിന്നെ പയർ വെക്കാറുണ്ടോ ഇടയ്ക്ക്? ചില ഭാഗത്തൊക്കെ തോട്ടപ്പയർ ഇടാറുണ്ട്. തോട്ടപ്പയർ ഈ വള്ളി കയറുന്നതുകൊണ്ട് ഇപ്പൊ പണിക്കാരുടെ ക്ഷാമവും പണി കൂടുതലും കൂടൊക്കെ തോട്ടപ്പയർ ഇട്ട ഈ ആഴ്ചയിൽ 3 ദിവസം വന്ന് നോക്കണം. തോട്ടപ്പയർ കയറി റബ്ബർ വളച്ചിട്ടും കുറെ ഭാഗം. ഇപ്പൊ തന്നെ ഇവിടെ കാട് വെട്ടാൻ കുറച്ച് വൈകി കിടക്കും. എന്നിട്ട് തന്നെ തോട്ടപ്പയറിലാണ് മുകളിൽ കയറി കുറെ വളച്ചു കുത്തി. ആടൊരു 3 കൊല്ലത്തെ കാടേ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് കാട് കമ്മിയാവില്ല. മരം അങ്ങോട്ട് ചെയ്യുന്ന വളർച്ച കിട്ടിയ പിന്നെ കാടുണ്ടാവില്ല. ശരിക്ക് മണ്ണിളക്കി പ്ലാറ്റ്ഫോം വെട്ടി നല്ല രീതിയിൽ നല്ല തൈ കൊണ്ട് വെച്ചാൽ നല്ല വളർച്ച കിട്ടും. തൈ നല്ല വലിപ്പം കിട്ടും. അപ്പോ ഇപ്പൊ എത്ര വർഷമായി പറയുന്നത് ഈ മേഖലയിലേക്ക്, റബ്ബർ കൃഷി മേഖലയിലേക്ക് എത്ര വർഷമായി? 30 വർഷത്തിന് മേലെ അല്ലേ? 30 വർഷം. എനിക്ക് പല കൃഷിയുണ്ട്. റബ്ബർ കൃഷിയുണ്ട്, വാഴകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കൃഷികളായിരുന്നു. ഇപ്പൊ റബ്ബറിലേക്ക് ഇപ്പൊ ഒന്നും കൂടെ ഇപ്പോഴാണ് ഒന്നും കൂടെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അടുത്തായിട്ട് അല്ലെ? മറ്റേത് വാഴകൃഷിയുടെ മെയിൻ ആയിട്ട് ഒരുപാട് വാഴകൃഷികളും അല്ലെ, കർഷകനാണ് ശരിക്കും, തനി കർഷകനാണ് അല്ലെ? നമ്മള് നാട്ടുകാർക്കൊക്കെ അറിയപ്പെടുന്നത് തനി കർഷകനായിട്ട് ഒരാള് തങ്കച്ചേട്ടൻ തന്നെയാണ്. തങ്കച്ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ നിന്നുള്ള തൈകളാണ് നമുക്ക് ഇവിടെ പ്ലാന്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അത് ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും സ്തുത്യർഹമായൊരു കാര്യം കൂടാണ്. പിന്നെ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അർപ്പണബോധം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു അവസരം കിട്ടിയതിന് മധുരമിഠായി എന്ന യൂട്യൂബ് ചാനലിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമസ്കാരം. വയലേശമില്ലാതെ കൃഷിയിറക്കാൻ, വയലേശമില്ലാതെ വിളവെടുക്കാൻ, ഭയമേതുമില്ലാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന നാളെയാണെൻ്റെ സ്വപ്നം. ഭയമേതുമില്ലാതെ ഒന്നുറങ്ങാൻ കഴിയുന്ന നാളെയാണെൻ്റെ സ്വപ്നം.